കേട്ടിട്ട് എക്സാമിന് ചോദിക്കുന്ന മറ്റൊരു പോർഷനാണ് വചനം. വചനം നിങ്ങൾക്കറിയാം. ഏകവചനം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒന്നേ ഉള്ളുവെങ്കിൽ അത് ഏകവചനം, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ബഹുവചനം. ഇനി നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് ഈ ബഹുവചനത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. ബഹുവചനം 3 വിധമാണ് കാണപ്പെടുന്നത്. 1 അലിംഗ ബഹുവചനം, 2 സലിംഗ ബഹുവചനം, 3 പൂജക ബഹുവചനം. ഈ പേര് മാത്രം ശ്രദ്ധിച്ചാൽ നമുക്കതിൻ്റെ ഉത്തരം എഴുതാനായിട്ട് പറ്റും. അലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ ലിംഗങ്ങളും ഉൾപ്പെടും. അതായത് സ്ത്രീലിംഗം ഉണ്ടാകും, പുല്ലിംഗവും ഉണ്ടാകും. ഇപ്പോൾ എക്സാമ്പിളായിട്ടെടുത്താൽ മിടുക്കർ. മിടുക്കർ എന്ന് പറഞ്ഞാൽ അവിടെ ആൺകുട്ടികളുണ്ടാകും, പെൺകുട്ടികളും ഉണ്ടാകും അല്ലേ? അപ്പോൾ അങ്ങനെ പുല്ലിംഗവും സ്ത്രീലിംഗവും ചേർന്ന് പൊതുവേ ഉള്ള ആ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നത് അലിംഗ ബഹുവചനം. ആ പേര് മാത്രം ശ്രദ്ധിക്കുക. ആ ലിംഗം, അവിടെ ലിംഗവ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ഉണ്ട്. ജോലിക്കാർ, അവിടെ സ്ത്രീയും പുരുഷനുമുണ്ട്. അധ്യാപകർ, സ്ത്രീയും പുരുഷനുമുണ്ട്. വേലക്കാർ, സ്ത്രീ പുരുഷന്മാരുണ്ട്. പട്ടാളക്കാർ, അവിടെയുമുണ്ട് സ്ത്രീ പുരുഷന്മാർ. ബന്ധുക്കൾ, പാട്ടുകാർ, ഇതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ആ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഒരുമിച്ചുള്ള ആ ബഹുത്വത്തെ സൂചിപ്പിക്കുന്നത് ആ ലിംഗം. അങ്ങനെയാണെങ്കിൽ സലിംഗം എന്തായിരിക്കും? സലിംഗ ബഹുവചനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലിംഗത്തെ മാത്രം. അങ്ങനെ എക്സാമ്പിൾ നിങ്ങൾക്ക് വരുവുള്ളൂ. ഇപ്പോൾ അധ്യാപികമാർ, അവിടെ സ്ത്രീലിംഗം മാത്രമാണ്, അതിൻ്റെ ബഹുവചനത്തെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? സഹോദരിമാർ, അവിടെ പെൺകുട്ടികൾ മാത്രമാണ്, സഹോദരിമാരാണ്. അപ്പോൾ അതിൻ്റെ ബഹുവചനമാകുമ്പോൾ ഒരു ലിംഗം മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ സലിംഗ ബഹുവചനം ഒരു ലിംഗത്തെ മാത്രം സൂചിപ്പിക്കുകയാണെങ്കിൽ സലിംഗം, 2 അതായത് ഉഭയലിംഗം, സ്ത്രീയും ഉണ്ടാകും പുരുഷനും ഉണ്ടാകും, അതിൻ്റെ ബഹുത്വത്തെ സൂചിപ്പിക്കുകയാണെങ്കിൽ അലിംഗം. മറന്നു പോകരുത്, അലിംഗം സലിംഗം. ഇപ്പോൾ കിട്ടിക്കാണുമല്ലോ. പിന്നെ സലിംഗത്തിൽ നപുംസക ലിംഗങ്ങളും കൂടിയുണ്ട്. ഇവിടെയെല്ലാം നമുക്കറിയാം ബഹുവചനം വരുമ്പോൾ കള്ള്, മാറ് അങ്ങനെയുള്ള പ്രത്യയങ്ങളാണ് ചേർക്കുന്നത് അല്ലേ? അടുത്തത് പൂജക ബഹുവചനം. ആ പേരിൽ തന്നെയുണ്ട് പൂജിക്കുക, ആ ഒരു ആദരവ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏകവചനത്തിൻ്റെ കൂടെ നമ്മൾ മാറെന്നും കള്ളെന്നും ഒക്കെയുള്ള പ്രത്യയങ്ങളൊക്കെ ചേർത്തൊരു ബഹുമാനം കൊടുക്കും. ഇപ്പം സ്വാമി, അത് ഒരാളേ ഉള്ളൂ, പക്ഷേ നമ്മൾ സ്വാമികൾ എന്നാണ് സംബോധന ചെയ്യുന്നത്. ഗുരു ഒരാളേ ഉള്ളൂ, പക്ഷേ ഗുരുക്കൾ എന്നാണ് സംബോധന ചെയ്യുന്നത്. അത് റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് വാക്ക് ഏകവചനമാണെങ്കിലും നമ്മൾ പ്രത്യയം ബഹുവചനത്തിലുള്ളത് ചേർക്കുന്നു. അപ്പോൾ ഇത് മറന്നു പോകില്ല. അലിംഗം എന്ന് പറഞ്ഞാൽ 2ഉം ഉണ്ടാകും. എക്സാമ്പിൾ മിടുക്കർ, മനസ്സിൽ ഓർത്ത് വെക്കുക. സലിംഗം എന്ന് പറഞ്ഞാൽ ഒരു ലിംഗത്തിൽ പെട്ടതായിരിക്കും, ഒന്നുകിൽ സ്ത്രീ അല്ലെങ്കിൽ പുരുഷൻ അല്ലെങ്കിൽ നപുംസകം. പിന്നെ പൂജക ബഹുവചനം എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളേ ഉള്ളൂ, അത് പക്ഷേ റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടി, പൂജിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രത്യയങ്ങൾ ചേർക്കുന്നു. അത് നോട്ട് ചെയ്ത് വെക്കുക.